Good morning dear students and warm welcome to our 5th online class. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ട് മോഡലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ആംഗ്ലോ അമേരിക്കൻ മോഡലും അതുപോലെ തന്നെ ജപ്പാനീസ് മോഡലാണ്. തേർഡ് മോഡൽ ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നത് ജർമ്മൻ മോഡലാണ്. ജർമ്മൻ മോഡൽ എന്ന് പറയുന്നതിന് നമുക്ക് വേറൊരു പേര് വിളിക്കാവുന്നത് കോണ്ടിനെൻ്റൽ യൂറോപ്യൻ അപ്രോച്ച് എന്നാണ്. എന്തുകൊണ്ടാണ് ഈ കോണ്ടിനെൻ്റൽ യൂറോപ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്? ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ജർമ്മനി, ഹോളണ്ട്, ഫ്രാൻസ്. ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് ഈ ജർമ്മൻ മോഡലിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോണ്ടിനെൻ്റൽ യൂറോപ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത് ഈ ജപ്പാനീസ് മോഡലും അതുപോലെ തന്നെ ആംഗ്ലോ യു എസ് മോഡൽ എന്ന് പറയുന്നതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് അല്ലെങ്കിൽ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇത് ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത്. So the German corporate governance model differs significantly from both the Anglo-US and for the Japanese model, although some of its elements resemble the Japanese model. രണ്ടിലും വരുന്ന ചില പോയിൻറ്റ്സ്, ചില കോൺസെപ്റ്റ്സ് ഏതിലും വരുന്നുണ്ട്? ജർമ്മൻ കോർപ്പറേറ്റ് ഗവർണൻസിലും വരുന്നുണ്ട്. ദിസ് മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് കോണ്ടിനെൻ്റൽ യൂറോപ്യൻ അപ്രോച്ച് ബിക്കോസ് ജർമ്മൻ മോഡൽ ഈസ് ഇംപ്ലിമെൻറ്റഡ് ബൈ മെനി യൂറോപ്യൻ സ്റ്റേറ്റ്സ് സച്ച് ആസ് ജർമ്മനി, ഹോളണ്ട് ആൻഡ് ഫ്രാൻസ്. അപ്പോൾ യൂറോപ്യൻ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ജർമ്മനി, ഹോളണ്ട്, ഫ്രാൻസിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ജർമ്മൻ മോഡലിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോണ്ടിനെൻ്റൽ യൂറോപ്യൻ അപ്രോച്ച് എന്ന് പറയുന്നത്. In contradiction to the Anglo-American model, the German model has two-tier board structure in corporate governance. നമ്മൾ ആംഗ്ലോ അമേരിക്കൻ മോഡൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ ടയറാണ്. ഇവിടെ വരുന്നത് 2 ടയർ ബോർഡ് തന്നെയാണ്. കോർപ്പറേറ്റ് ഗവേണൻസിൽ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. The 2-tier board refers to the 2 kinds of board structure in the company. 2 തരത്തിലുള്ള ബോർഡ് സ്ട്രക്ചറാണ് ഈ 2-tier ബോർഡ് എന്ന് പറയുന്നത്. അതായത് അപ്പർ ബോർഡ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ബോർഡ്, അതും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ബോർഡ് ഓർ മാനേജ്മെൻറ്റ് ബോർഡ്. അപ്പോൾ 2 ബോർഡുണ്ട്, 2 ബോർഡായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? അപ്പർ ബോർഡ് എന്ന് പറയുന്നത് തന്നെയാണ് സൂപ്പർവൈസറി ബോർഡ് എന്ന് പറയുന്നതും. രണ്ടാമത്തെ ടൈപ്പ് മാനേജ്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ എന്തായിട്ട് പറയാം? എക്സിക്യൂട്ടീവ് ബോർഡ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. In this model, shareholders are accepted as owners of the company again, but the difference is they cannot completely select the supervisory board. ഒരിക്കലും ഈ സൂപ്പർവൈസറി ബോർഡിനെ ഷെയർ ഹോൾഡേഴ്സിന് കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ആര് തന്നെയാണ്? ഷെയർ ഹോൾഡേഴ്സ് തന്നെയാണ്. Half of the members of the supervisory board are elected by the shareholders and the other half are selected by the stakeholders. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലെ 2-tier ബോർഡിലുള്ള സൂപ്പർവൈസറി ബോർഡിലേക്ക് വരുന്ന പകുതി പേരെ ആരാണ് സെലക്ട് ചെയ്യുന്നത്? ഷെയർ ഹോൾഡേഴ്സും. ബാക്കി പകുതി പേരെയാണ് ആര് സെലക്ട് ചെയ്യുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് സെലക്ട് ചെയ്യുന്നത്. In this respect, it can be claimed that the stakeholders also play an important role in this model. Therefore, managers of company not only focus on the interest of the shareholders but also protect the interest of the stakeholders. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സൂപ്പർവൈസറി ബോർഡിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് പകുതി ഷെയർ ഹോൾഡേഴ്സും പകുതി സ്റ്റേക്ക് ഹോൾഡേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിന് മാത്രമല്ല പ്രാധാന്യം കൊടുക്കുന്നത്, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും കൂടിയും പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഒരു മോണിറ്ററൈസേഷൻ എന്ന് പറയുന്നതും കൊടുക്കുന്നുണ്ട്. Another feature is that there is a heavy presence of banks in the equity structure of German firms. ജർമ്മൻ ഫേംസിൻ്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ അറൈസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ലെൻഡേഴ്സ് ആയിട്ടുള്ള ബാങ്കിങ് ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നതിൽ ആരുടെയും കൂടിയും ഒരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്? ബാങ്കിൻ്റെയും കൂടിയും ഒരു പ്രസൻസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. There are 3 unique elements of the German model that distinguish from the other models.
നമുക്കറിയാം 3 മോഡലാണുള്ളത്. ഏതൊക്കെയാണ്? ആംഗ്ലോ അമേരിക്കൻ മോഡൽ, ജപ്പാനീസ് മോഡൽ, ജർമ്മൻ മോഡൽ. ഈ ജർമ്മൻ മോഡലിനെ മറ്റുള്ള മോഡലിൽ നിന്നും ഡിഫറൻസ് ചെയ്ത് കാണിക്കുന്ന 3 യൂണിക് എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് ഈ 3 യൂണിക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? അതിൽ 2 ഓഫ് ദീസ് എലമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ദ ബോർഡ് കോമ്പോസിഷൻ ആൻഡ് 1 റിഗാർഡിംഗ് ദ ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ്. അതിൽ 2 ഫാക്ടർ എന്ന് പറയുന്നത്, ഒന്ന് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് 2 ടയർ ബോർഡാണ് ഇവിടെ വരുന്നത്. അതായത് സൂപ്പർവൈസറി ബോർഡും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഓഫ് ബോർഡ് ഉണ്ട്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് ആണ്. ഇതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൂപ്പർവൈസറി ആൻഡ് എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ബോർഡ് കോമ്പോസിഷനാണ്. So, first the German model prescribes 2 boards with separate members. German corporate have a 2-tiered board structure consisting of a management board. Management boardilum അതുപോലെ തന്നെ സൂപ്പർവൈസറി ബോർഡിൽ 2 പാർട്ടായിട്ടുള്ള മാനേജ്മെൻ്റ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ളത്. അത് തന്നെയാണ് ജർമ്മൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് 2-tiered ബോർഡാണ് ഇവിടെ എല്ലാ ഓപ്പറേഷൻസും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് കമ്പോസ്ഡ് എൻറ്റയർലി ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഇൻസൈഡ് ഇൻവെസ്റ്റേഴ്സ്. ഇൻസൈഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആണ് ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ആ മാനേജ്മെൻറ്റ് ബോർഡിലുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ്സ് ഓഫ് ദ കോർപ്പറേഷൻ ആൻഡ് എ സൂപ്പർവൈസറി ബോർഡ് കമ്പോസ്ഡ് ഓഫ് ലേബർ എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് റെപ്രസെൻറ്റേറ്റീവ്സ്. അപ്പോൾ കോർപ്പറേഷൻ ബോർഡിൽ അല്ലെങ്കിൽ സൂപ്പർവൈസറി ബോർഡിൽ ആരൊക്കെയാണ് ഉണ്ടാവുക? എംപ്ലോയീസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സും ഏതിലുണ്ടായിരിക്കും? സൂപ്പർവൈസറി ബോർഡിലുണ്ടായിരിക്കും. അതേസമയം മാനേജ്മെൻറ്റ് ബോർഡിൽ ആരായിരിക്കും ഉണ്ടാവുക? ഇൻസൈഡേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. ഔട്ട്സൈഡേഴ്സ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. The 2 boards are completely distinct. No one may serve simultaneously on a corporation's management board and the supervisory board. 2 ബോർഡും 2 ദിശയിലാണ് പ്രവർത്തനം നടത്തുന്നത്. അതായത് മാനേജ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്ന അതിലുള്ള മെമ്പേഴ്സ്, സൂപ്പർവൈസറി ബോർഡിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഡിഫറൻസ്. And the second one, the size of the supervisory board is set by law and cannot be changed by the shareholders. Supervisory board എന്ന് പറയുന്നത് ലോഫുൾ ആയിട്ടാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലീഗലായിരിക്കും. അതേസമയം അത് ആർക്ക് ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല? അതിലെ മെയിൻ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരിക്കലും ചേഞ്ച് വരുത്താനായിട്ട് പറ്റില്ല. And the third element, that is in Germany and other countries following this model, voting right restrictions are legal. Voting right restrictions എന്ന് പറയുന്നത് ലീഗലാണ്. These limit shareholders to voting a certain percentage of the corporation's total share capital regardless of share ownership പൊസിഷൻ. ഷെയറിൻ്റെ ഓണർഷിപ്പ് പൊസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ബേസിസിലല്ല വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ദ ലോ പ്രകാരം അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 എലമെൻ്റാണ് നമ്മളുടെ ജർമ്മൻ മോഡലിലുള്ളത്. അതിൽ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് 2 ബോർഡ്സ് ആണ്. 2 ബോർഡ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബോർഡുകളാണ്? സൂപ്പർവൈസറി ബോർഡ് ഉണ്ട്, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ബോർഡ് ഉണ്ട്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ബോർഡിൻ്റെ സൈസാണ്. ഇറ്റ് ഈസ് സെറ്റ് ബൈ ദ ലോ പ്രകാരം സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സൈസായിരിക്കും നമ്മുടെ സൂപ്പർവൈസറി ബോർഡിൽ ഉണ്ടായിരിക്കുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് റെസ്ട്രിക്ഷൻസ്. ഇറ്റ് ഈസ് ബൈ ദ ലീഗലായിട്ട് ആ വോട്ടിംഗ് റൈറ്റ് എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ 3 എലമെൻ്റാണ് നമ്മളുടെ ജർമ്മൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. German banks and to a lesser extent corporate shareholders are the key players in the German corporate governance system. അപ്പോൾ ഗവേണൻസ് സിസ്റ്റത്തിൽ നമ്മൾ ജപ്പാനീസ് സിസ്റ്റത്തിൽ പറഞ്ഞ പോലെ തന്നെ അത്രത്തോളം ജർമ്മൻ ബാങ്കുകളുടെ റോൾ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും ജർമ്മൻ ബാങ്കുകൾക്കും കൂടി ക്യാപിറ്റൽ റൈസിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് തന്നെ ജർമ്മൻ മോഡലിലും ഉണ്ട് എന്നുള്ളതാണ്. സിമിലർ ടു ദ ജപ്പാനീസ് സിസ്റ്റം, ബാങ്ക്സ് യൂഷ്വലി പ്ലേ മൾട്ടി-ഫേസഡ് റോൾ ആസ് എ ഷെയർ ഹോൾഡർ, ലെൻഡർ, issuer of both equity and debt depository, custodian bank and the voting agent at the AGMs. അപ്പോൾ ജർമ്മൻ ബാങ്ക് ചെയ്യുന്ന റോൾ എന്ന് പറയുന്നത് എങ്ങനെയുള്ള റോളാണ്? ഒരു ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന റോളാണ്. അതോടൊപ്പം തന്നെ ഒരു ലെൻഡർ,
ഇക്വിറ്റി ഷെയർ അല്ലെങ്കിൽ ഡെറ്റ് ഷെയർ എന്ന് പറയുന്നവരുടെ ഇഷ്യൂവേഴ്സ്, ഡെപ്പോസിറ്ററി അല്ലെങ്കിൽ കസ്റ്റോഡിയൻ ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ വോട്ടിംഗ് ഏജൻറ്റ് ഓഫ് AGMസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിങ്ങിലുള്ള ഒരു വോട്ടിംഗ് ഏജൻ്റായിട്ടും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? നമ്മുടെ ജർമ്മൻ ബാങ്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ജർമ്മനി corporations are also shareholders, sometimes holding long-term stakes in other corporations even when there is no industrial or commercial affiliation between the two. ഒരു ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ കമേഴ്ഷ്യൽ എഫിലിയേഷൻ എന്ന് പറയുന്നത് ഈ ജർമ്മൻ മോഡലിൽ വരുന്നില്ല എന്നുണ്ടെങ്കിലും കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് സംടൈംസ് ദേ ഹോൾഡിംഗ് ദ ലോങ് ടേം സ്റ്റേക്സ്. ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ചില സമയത്ത് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡ് ചെയ്യാറുണ്ട്. ഏതിൽ? കോർപ്പറേഷൻസിൽ ഹോൾഡ് ചെയ്യാറുണ്ട്. അത് ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ ആണോ കമേഴ്ഷ്യൽ ആണോ എന്ന് പറയുന്നൊരു എഫിലിയേഷന് ഇവിടെ പ്രാധാന്യമില്ല. This is somewhat similar but not parallel to the Japanese model, yet very different from the Anglo-US model, where neither banks nor corporations are key institutional investors. Anglo-US model ഒരിക്കലും ബാങ്കുകൾക്ക് പ്രാധാന്യമില്ല. ചെറുതായിട്ടെങ്കിലും ബാങ്കുകൾക്ക് പ്രാധാന്യമുള്ളത് ജപ്പാനീസ് മോഡലിലാണ്. ഇവിടെ ജർമ്മൻ മോഡലിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീഡിയേറ്റർ സ്റ്റേറ്റിലാണ് ഏത് നിൽക്കുന്നത്? ജർമ്മൻ മോഡലിൽ നിൽക്കുന്നത്. കോർപ്പറേഷൻസ് ആർ ദേ കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഒരിക്കലും കീ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായിട്ട് നിൽക്കുന്നില്ല. അതേസമയം ബാങ്കുകൾക്ക് വളരെയധികം പ്രാധാന്യം ഏതിൽ വരുന്നുണ്ട്? ജർമ്മൻ മോഡലിൽ വരുന്നുണ്ട്. The mandatory inclusion of labor employee representatives on larger German supervisory boards further distinguishes the German model from both the Anglo-US and Japanese model. അതേസമയം ഇവിടെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ ലേബർ ആൻഡ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്നത് ലാർജർ ജർമ്മൻ സൂപ്പർവൈസറി ബോർഡിൽ ആണ് വരുന്നത്. അവിടെ ഒരു ഡിസ്റ്റിങ്ഷനിങ് എന്ന് പറയുന്നത് ജർമ്മൻ മോഡൽ ഫ്രം ബോത്ത് ദ ആംഗ്ലോ US മോഡൽ, ജപ്പാനീസ് മോഡൽ. ജപ്പാനീസ് മോഡലിലോ അല്ലെങ്കിൽ ആംഗ്ലോ അമേരിക്കൻ മോഡലിലോ പറയുന്ന വിധത്തിൽ അല്ല ഇവിടെ റിഫ്ലക്ഷൻ വരുന്നത്. ഇവിടെ വരുന്നത് ലേബർ ആൻഡ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ മാത്രമാണ് ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജർമ്മൻ മോഡലിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ജർമ്മൻ മോഡൽ എന്ന് പറയുന്നത് കൂടുതൽ ഇമ്പോർട്ടൻസ് ആർക്കാണ് കൊടുക്കുന്നത്? ഷെയർ ഹോൾഡേഴ്സിനും അതോടൊപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഹാഫ് പോർഷൻ ഷെയർ ഹോൾഡേഴ്സും ഹാഫ് പോർഷൻ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ 3 എലമെൻറ്റ് എന്ന് പറയുന്നത് 2 ടയർ ബോർഡാണ് ഫസ്റ്റ് എലമെൻറ്റ്. സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് ആ സൂപ്പർവൈസറി ബോർഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലോ ആണ് സെറ്റ് ചെയ്യുന്നത്. തേർഡ് വൺ എന്ന് പറയുന്നത് വോട്ടിംഗ് റൈറ്റ് ലീഗലായിരിക്കും. ഈ 3 എലമെൻറ്റ്സ് ആണ് ജർമ്മൻ മോഡലിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ജർമ്മൻ ബാങ്കുകൾക്ക് ക്യാപിറ്റൽ റേസിങ്ങിലെ പ്രാധാന്യമുണ്ടെങ്കിലും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രാധാന്യം ഏത് മോഡലിൻ്റെ പോലെ ഇല്ല. ആംഗ്ലോ US മോഡലിൻ്റെ പോലെയോ അത് ജപ്പാനീസ് മോഡലിൻ്റെ പോലെയോ ഇല്ല. അതിൻ്റെ ഒരു മിഡിൽ പൊസിഷനിൽ മാത്രമേ ജർമ്മൻ മോഡലിൽ ജർമ്മൻ ബാങ്കുകൾ നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ചാബോൾസ് ഓഫ് സൗത്ത് കൊറിയ. അപ്പോൾ നമ്മൾ 3 മോഡൽസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ആംഗ്ലോ US മോഡൽ, അതുപോലെ തന്നെ ജപ്പാനീസ് മോഡലും ജർമ്മനി മോഡലും ഡിസ്കസ് ചെയ്തു. ദീസ് ആർ ദ 3 മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ്. നെക്സ്റ്റ് നമുക്ക് ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത് ചാബോൾസ് ഓഫ് സൗത്ത് കൊറിയ ആണ്. സൗത്ത് കൊറിയയിലെ ചാബോൾസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ ചാബോൾസ് എന്ന് പറയുന്നത്? ചാബോൾസ് റെഫേഴ്സ് ടു എ സൗത്ത് കൊറിയൻ ഫ്രം ദ ബിസിനസ് കോർപ്പറേഷൻ. ബിസിനസ് കോർപ്പറേഷനിലെ ഒരു സൗത്ത് കൊറിയൻ ആയിട്ടുള്ളൊരു ടേമാണ് ചാബോൾസ് എന്ന് പറയുന്നത്. ദേ ആർ പവർഫുൾ ഗ്ലോബൽ മൾട്ടിനാഷണൽസ് ഓണിങ് ന്യൂമറസ് ഇൻ്റർനാഷണൽ എൻ്റർപ്രൈസസ്. ഇതിനെ നമുക്ക് ഒരു പവർഫുൾ ആയിട്ടുള്ള ഗ്ലോബൽ മൾട്ടിനാഷണൽ ഓണിങ് എന്ന് പറയാം. അതായത് ഓണർഷിപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഗ്ലോബൽ മൾട്ടിനാഷണൽ ആയിട്ടുള്ള ഒരു ഓണർഷിപ്പാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഇൻ്റർനാഷണൽ എൻ്റർപ്രൈസസിൻ്റെ ഒരു ഓണർഷിപ്പ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും കൂടിയും ഈ ചാബോൾസിലുണ്ട്. The traditional structure of Korean chaebol can be explained by 2 of their features.
ട്രഡീഷണൽ മെത്തേഡിലുള്ള ഈ ചാബോൾസ് എന്ന് പറയുന്നത് രണ്ട് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ രണ്ട് ഫീച്ചേഴ്സാണ് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ആബ്സല്യൂട്ട്ലി ക്ലോസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓണർഷിപ്പ് വിത്തിൻ ദ ഫാമിലി ഓഫ് ദ ഫൗണ്ടർ. ആരാണോ ഫൗണ്ടർ അതിലുള്ള മെമ്പേഴ്സ് മാത്രമായിരിക്കും അതിൻ്റെ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. ആൻഡ് ദെയർ ഹൈലി ഡൈവേഴ്സിഫൈഡ് ബിസിനസ് സ്ട്രക്ചർ. അതുപോലെ തന്നെ അതിൻ്റെ ബിസിനസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഡൈവേഴ്സിഫൈഡ് ആയിരിക്കും. ഈ രണ്ട് ഫീച്ചേഴ്സാണ് ചാബോൾസ് ഓഫ് സൗത്ത് കൊറിയയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ക്ലോസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ഓണർഷിപ്പാണ്. അതെങ്ങനെയുള്ള ഓണർഷിപ്പ് ആയിരിക്കും? ഫൗണ്ടേഴ്സ് ഓഫ് ദ ഫാമിലി. ആരാണോ ഫൗണ്ടർ അതിൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആയിരിക്കും ഓണർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ബിസിനസ് സ്ട്രക്ചറാണ്. The founding family possess bulk of the stock and holds the decision making right as top management. അതുകൊണ്ട് തന്നെ ഫൗണ്ടർ ഫാമിലി മെമ്പേഴ്സിനാണ് കൂടുതലായിട്ട് അവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങും അതുപോലെ തന്നെ മേജർ പോർഷൻ ഓഫ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? നമ്മുടെ ഈ ഫൗണ്ടർ ഫാമിലി മെമ്പേഴ്സ് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ചാബോൾസ് ഓഫ് സൗത്ത് കൊറിയനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ സെഷനിൽ പഠിക്കാനുള്ളത് ഏതാണെന്നറിയോ? ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആണ്. അപ്പം നമ്മൾ തിയറിയും പഠിച്ചു, മോഡലും പഠിച്ചു. ഇതിൻ്റെ ഒരു ബേസിസിലാണ് ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ ഇന്ത്യയും കൂടിയും ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്നതിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെങ്കിൽ അതിൽ വരുന്ന പ്രാക്ടീസസ്, എന്തൊക്കെ പോളിസീസാണ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സാണ്, എങ്ങനെയുള്ള പ്രാക്ടീസാണ് ഒരു കോർപ്പറേറ്റ് ഗവർണൻസിൽ കൺട്രോൾ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോഴും ഗവേണിംഗ് പ്രൊസീജിയറിലും അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, so the corporate governance refers to practices by which organizations are controlled, directed and governed. എന്തൊക്കെയാണ് ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഡയറക്ഷൻ്റെ സമയത്ത് ഗവേണിങ്ങിൻ്റെ സമയത്ത് പ്രാക്ടീസ് ചെയ്യുന്ന ആ ഒരു പോളിസീസ് അല്ലെങ്കിൽ എന്ത് ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ ഈ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. The fundamental concern of corporate governance is to ensure the conditions whereby organizations, directors and managers act in the interest of the organization and its stakeholders, and to ensure the means by which the managers are held accountable to investors for the use of asset. ഈ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതുകൊണ്ട് തന്നെ ആരോട് അക്കൗണ്ടബിൾ ആയിരിക്കും? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനോട് അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് അക്കൗണ്ടബിൾ ആയിരിക്കും. ഇവിടെ എന്താണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. So, to achieve the objectives of ensuring fair corporate governance, the Government of India has put in place a statutory framework. അതുകൊണ്ട് തന്നെ ഒരു ഗവൺമെൻറ്റിനും ഈ ലീഗൽ ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു മെയിൻ റോൾ എന്ന് പറയുന്നത് ഗവൺമെൻറ്റും ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൺട്രോളിങ് എന്നതിന് വേണ്ടിയിട്ട്, അതായത് ഒരു കോർപ്പറേറ്റ് ഗവേണൻസിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ് ഗവേണൻസ് എക്സ്റ്റെൻഡ് ബിയോണ്ട് കോർപ്പറേറ്റ് ലോ. കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ഒരു ലോയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് നമുക്ക് അതിലുള്ള പ്രൊസീജിയർ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. Its a fundamental objective is not mere fulfillment of the requirements of the law, but it ensuring commitment of the board in managing the company in transparent manner with the objective of maximizing long-term shareholders' value. അപ്പോൾ ലോഫുൾ ഫ്രെയിം വർക്ക് ആണ് എന്നുണ്ടെങ്കിലും അത് ഫ്രെയിം വർക്ക് എന്ന് പറയുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലീഗലാണെങ്കിലും ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ മോണിറ്റർ ചെയ്യേണ്ടത് എന്താണ്?
വാല്യൂ മാക്സിമൈസേഷൻ എന്ന് പറയുന്ന ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ മാക്സിമം പ്രോഫിറ്റ് അച്ചീവിങ് എന്ന് പറയുന്ന ആ ഒരു കോൺസെൻട്രേഷനിൽ നിന്നുകൊണ്ട് തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ ആക്ട് ചെയ്യേണ്ടതാണ്. അപ്പം മാനേജേഴ്സ് ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത് ഫ്രെയിം വർക്ക് ലീഗലാണെങ്കിലും ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ പോരാ, ഇവിടെ കൂടുതലായിട്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും താല്പര്യങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. While enough laws exist to take care of investors' grievance, the implementation and inadequacy of penal provisions are great concerns. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഗ്രീവൻസ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് വളരെയധികം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇന്നഡക്വസി എന്ന് പറയുന്നത് പീനൽ പ്രൊവിഷൻസ് ആണ്. അപ്പോൾ പീനൽ പ്രൊവിഷൻസിൻ്റെ ഇന്നഡക്വസി കൊണ്ട് നമ്മുടെ ലോഫുൾ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ, അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഗ്രീവൻസ് എന്ന് പറയുന്നത് ഒരു പരിധിവരെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. ദി റിയൽ റെസ്പോൺസിബിലിറ്റി ഓഫ് അച്ചീവിങ് ദ ഡിസൈർഡ് ലെവൽ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ദസ് ലൈസ് ഇൻ ദ പ്രാക്ടീസ് ഓർ proactive initiative taken by the companies themselves and not in the external measures. അപ്പോൾ നമ്മളുടെ റിയൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓണേഴ്സിൻ്റെ ഒബ്ജക്റ്റീവും അതുപോലെ തന്നെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ റിയൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് ഡിസയേഴ്സ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുക തന്നെയാണ്. പക്ഷേ ദസ് ലൈസ് ഇൻ ദ proactive initiatives taken by the companies themselves and not in the external measures. External measuresൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ വരുന്നത് എന്താണ്? proactive initiatives ആണ്. ഇറ്റ് ഈസ് ടേക്കൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ആ ഒരു കാര്യമാണ് ഇവിടെ കൂടുതലായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മോണിറ്റർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് ലീഗലായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. എന്തിനുള്ള പ്രൊസീജിയറാണ്? ഒരു ഓർഗനൈസേഷൻ കൺട്രോൾ ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ഗവേൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ പ്രൊസീജിയർ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കിനെയാണ് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഫ്രെയിം വർക്കിനെയാണ് ഇറ്റ് ഈസ് ഇൻകോർപ്പറേറ്റഡ് അക്കോർഡിംഗ് ടു ദ സപ്പോർട്ട് ഓഫ് ദ ഗവൺമെൻറ്. അതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? ലീഗൽ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഓഫ് കോർപ്പറേറ്റ് ഗവൺമെൻറ്റ്സ് ഇൻ ഇന്ത്യ. ഈ ഗവർണൻസ് ഇൻ ഇന്ത്യ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻ ഇന്ത്യ we all are aware of Satyam scam, which is India's biggest corporate scam. എന്താണ് ഈ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് നമുക്ക് ആദ്യം തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കണം. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ്? ഫസ്റ്റ് മോഡ്യൂൾ എടുത്തപ്പോൾ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നുള്ളൂ. എന്താണ് ഈ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. എന്തിനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്? ഒരു ഓർഗനൈസേഷൻ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗവേൺ ചെയ്യേണ്ടത്, അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്? കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്. ഇനി സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ദ കോർപ്പറേറ്റ് ഗവേണൻസ് ആൻഡ് ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഡിബാക്കിൾ ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിബാക്കിളിനെയാണ് എന്തായിട്ട് പറയുന്നത്? സ്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനെയാണ് ഇവിടെ എന്തായിട്ട് പറയുന്നത്? സ്കാം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? അവെയർ ഓഫ് ദ സത്യം സ്കാം. സത്യം സ്കാം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് സ്കാമാണ്. അതിൻ്റെ ഒരു അവെയർനെസ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് റെഗുലേറ്ററി ഫ്രെയിം വർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ സ്കാം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് സ്കാം എന്ന് പറഞ്ഞാൽ? ദ സ്കാം ഈസ് ഓൾ അബൌട്ട് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്സിനെയാണ് സ്കാം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദ ഡിബാക്കിൾ ഓഫ് ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം. IFSനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിബാക്കിളിനെയാണ് എന്തായിട്ട് പറയുന്നത്? സ്കാം എന്ന് പറയുന്നത്.
Ever since this scam, the need for good corporate governance has increased significantly. Significance of the corporate governance എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്കാം എന്ന് പറയുന്നത് IFS ബേസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. The Cadbury Committee defined corporate governance as the system by which the companies are directed and controlled in its report called Financial Aspects of Corporate Governance, published in the year 1992. 1992 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത്, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി എന്ന് പറയുന്നതാണ് കാഡ്ബറി കമ്മിറ്റി. ഈ കാഡ്ബറി കമ്മിറ്റിയിൽ എന്താണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ദ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്? ദ സിസ്റ്റം ബൈ വിച്ച് ദ കമ്പനീസ് ആർ ഡയറക്റ്റഡ് ആൻഡ് കൺട്രോൾഡ്. എങ്ങനെയൊക്കെയാണ് ഒരു കമ്പനി കൺട്രോൾ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് കാഡ്ബറി കമ്മിറ്റി 1992 ഒരു റിപ്പോർട്ട് ബേസിസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. In simple words, corporate governance means set of rules and regulations by which an organization is governed, controlled and directed. It is conducted by the board of directors or the concerned committee for the benefit of the company's stakeholders. അതുകൊണ്ട് തന്നെ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഈ കോർപ്പറേറ്റ് സ്കാം എന്ന് പറയുന്നത് നടപ്പിലാക്കേണ്ടത്. ഇവിടെ വരുന്നത് ദ കൺസേൺഡ് കമ്മിറ്റി ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ കമ്പനി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവരുടെ ബെനിഫിറ്റ്സ്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലായിരിക്കണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് നിലനിൽക്കേണ്ടത്. The Indian statutory framework has by and large been in tune with the international best practice of the corporate governance. The corporate governance framework in India primarily consists of the following legislations and regulations. അപ്പോൾ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, ഇന്ത്യയിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ്. താഴെ പറയുന്ന ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതിൽ രണ്ട് ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. ഒന്ന് കമ്പനീസ് ആക്ട് 1956ഉം രണ്ടാമത് സ്റ്റാറ്റ്യൂട്ടറി ആണ്. സ്റ്റാറ്റ്യൂട്ടറി സെക്രട്ടറീസ് ആണ് രണ്ടാമത്തെ ഒരു പോയിൻ്റായിട്ട് പറയുന്നത്. അതായത് സെക്രട്ടറിയൽ സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നതാണ്. ഇങ്ങനെ രണ്ട് എലമെൻ്റാണ് ദ ലെജിസ്ലേഷൻ ആൻഡ് റെഗുലേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1956 ആണ്. നിങ്ങൾ അത് UG ലെവലിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുക്കേ വേണ്ടോ കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ടിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ കമ്പനി ലോ ബോർഡിൽ പറയുന്ന ലീഗൽ പ്രൊവിഷൻസ് ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ലെജിസ്ലേഷൻസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? കമ്പനീസ് ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ കമ്പനീസ് ആക്ട് 1956 എന്ന് പറയുന്നത്, കമ്പനീസ് ഇൻ ഇന്ത്യ വെദർ ലിസ്റ്റഡ് ഓർ അൺലിസ്റ്റഡ് ആർ ഗവേൺഡ് ബൈ ദ കമ്പനീസ് ആക്ട്. ദ ആക്ട് ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട്. അപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ കമ്പനികളും ലിസ്റ്റ് ചെയ്തോട്ടെ അൺലിസ്റ്റ് ചെയ്തോട്ടെ ഇത് ഗവേൺ ചെയ്യുന്നത് ആരായിരിക്കും? കമ്പനീസ് ആക്ട് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആരാണ് ചെയ്യുന്നത്? DCA, അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് ആണ്. Among other things, the Act deals with the rules and procedures regarding incorporation of a company, prospectus and allotment of ordinary and preference shares and debentures, management and administration of a company, annual returns, frequency and conduct of the shareholders meeting and the proceedings, maintenance of accounts, board of directors, prevention of mismanagement and operation of minority shareholder right, and the power of investigation by the government, including powers of the CLB. What is the meaning of CLB? Company Law Board. Okay. അപ്പോൾ എന്തൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ടിൽ പറയുന്ന അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള റൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ പവേഴ്സ് എന്ന് പറയുന്നത്?
അപ്പോൾ ഇവിടെ പറയുന്നത് ആസ് പെർ ദ കമ്പനീസ് ആക്ട് തന്നെ പറയുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് ദ ആക്ട് ഡീൽസ് വിത്ത് ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിഗാർഡിംഗ് ദ ഇൻകോർപ്പറേഷനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട്, അതായത് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ദ ഓർഡിനറി ആൻഡ് പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചേഴ്സും ഇഷ്യൂ ചെയ്യുമ്പോൾ വരുന്ന പ്രോസ്പെക്ടസ്, അലോട്ട്മെൻറ്റ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, administration of a company, annual returns, frequency and conduct of the shareholders meetings and proceedings. ഷെയർഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് കണ്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രീക്വൻസി ആയിട്ടുള്ള ഫോളോ അപ്പുകൾ നടത്തുക, മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ മോണിറ്റർ ചെയ്യുക, പ്രിവെൻഷൻ ഓഫ് മിസ്മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ മൈനോറിറ്റി ഷെയർ ഹോൾഡർ റൈറ്റ്. മൈനോറിറ്റി ഷെയർ ഹോൾഡർ റൈറ്റ്സിൻ്റെ ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു മിസ്മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് മോണിറ്റർ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, റെക്കഗ്നൈസ് ചെയ്യുക. ആൻഡ് ദ പവർ ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പവർ എന്ന് പറയുന്നത് നടപ്പിലാക്കുക. അതുപോലെ തന്നെ പവേഴ്സ് ഓഫ് ദ കമ്പനി ലോ ബോർഡും കൂടിയും കണക്കിലെടുത്തുകൊണ്ടുള്ള ഫങ്ഷൻസ് ആണ് ഇവിടെ ആർക്ക് വരുന്നത്? നമ്മുടെ കമ്പനീസ് ആക്ടിൽ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കമ്പനീസ് ആക്ട് DCA മൂലം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നടപ്പിലാക്കേണ്ടത്. ഇനി ദ കമ്പനീസ് ആക്ട് 1913, പുതിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. കമ്പനീസ് ആക്ട് 1913 എന്ന് പറയുന്നത്, the government of India has enacted a Companies Act 2013, that is the new Companies Act, which replaces the former Companies Act 1956. The new act has greater emphasis on corporate governance through the board and board process. അപ്പോൾ 2013 വന്നുള്ള ന്യൂ കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് 1956 വന്നിട്ടുള്ളതിനെ അമെൻഡ് ചെയ്യുകയും, അതുപോലെ തന്നെ ഇവിടെ വരുന്നത് പുതിയൊരു കൂടുതലായിട്ട് പ്രാധാന്യം കോർപ്പറേറ്റ് ഗവേണൻസിന് കൊടുത്തുകൊണ്ടുള്ള ഒരു ചേഞ്ചാണ് ഇവിടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾഡ് വേരിയേഷൻ, ഓൾഡ് റൂൾ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 1956 ആണ്. ഇവിടെ പുതിയ റൂൾ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ട് 2013 ആണ്. അവിടെ എന്തൊക്കെയാണ് കമ്പനീസ് ആക്ട് 2013 കണ്ടെയ്ൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. The provisions relating to the board constitution, board meetings, board process, independent directors, general meetings, audit committees, related party transactions, disclosure of requirements in financial statement, etc. അപ്പോൾ ഇവിടുത്തെ പവേഴ്സ് ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 പ്രകാരം ന്യൂ റൂൾസ് കോർപ്പറേറ്റ് ഗവേണൻസിന് നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള പവേഴ്സ് എന്ന് പറയുന്നത് ബോർഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, ബോർഡ് മീറ്റിംഗ്സ്, ബോർഡ് പ്രോസസ്, അതോടൊപ്പം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ ആയിരിക്കും, ജനറൽ മീറ്റിംഗ്സ്, ഓഡിറ്റ് കമ്മിറ്റീസ്, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്, ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സിസ്റ്റം. ഇത്രയും പവേഴ്സാണ് അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 പ്രകാരം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് വരുന്നത്. The new Companies Act or the new Companies Law contains many provisions related to good corporate governance, like a composition of the board of directors, admitting woman director, admitting independent director, directors training and evaluation, constitution of audit committee, internal audit, risk management committees, subsidiaries, companies management, compliance center, etc. അപ്പോൾ ന്യൂ കമ്പനീസ് ആക്ട് 2013 കണ്ടെയ്ൻ ചെയ്യുന്ന പ്രൊവിഷൻസ് എന്ന് പറയുന്നത് എന്തിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ളതായിരുന്നു? റിലേറ്റഡ് ടു ദ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസിന് ആവശ്യമുള്ള മാറ്റങ്ങളാണ് ന്യൂ കമ്പനീസ് ലോ പ്രകാരം 2013 ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അതുപോലെ തന്നെ വുമൺ ഡയറക്ടേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അഡ്മിറ്റ് ചെയ്യുക, ഡയറക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, ഇവല്യൂഷൻ നടത്തുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓഡിറ്റ് കമ്മിറ്റീസ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, റിസ്ക് മാനേജ്മെൻറ്റ് കമ്മിറ്റീസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, സബ്സിഡറി കമ്പനീസ് മാനേജ്മെൻറ്റ്, കംപ്ലയൻസ് സെൻറ്റർ, എക്സെട്ര.
ഇത്രയാണ് ന്യൂ കമ്പനീസ് ആക്ട് പ്രകാരം ന്യൂ പ്രൊവിഷൻസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഓൾ സച്ച് പ്രൊവിഷൻസ് ഓഫ് ന്യൂ കമ്പനി ലോ ആർ ഇൻസ്ട്രുമെൻ്റൽ ഇൻ പ്രൊവൈഡിങ് എ ഗുഡ് കോർപ്പറേറ്റ് ഗവേണൻസ് സ്ട്രക്ചർ. അപ്പോൾ ഒരു നമ്മളുടെ കോർപ്പറേറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ്. അതിലെ മാറ്റങ്ങൾ എന്ന് പറയുന്നതിനെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ഇഫക്റ്റീവും എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അത് പ്രകാരമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ന്യൂ കമ്പനീസ് ലോ ആയിട്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ദ ന്യൂ ആക്ട് കവേഴ്സ് കോർപ്പറേറ്റ് ഗവേണൻസ് ത്രൂ ഇറ്റ്സ് ഫോളോയിങ് പ്രൊവിഷൻസ്. അപ്പോൾ ന്യൂ പ്രൊവിഷൻസ് ന്യൂ കമ്പനീസ് ആക്ടിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? ന്യൂ കമ്പനീസ് ആക്ട് ഇൻട്രൊഡ്യൂസസ് സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ് ടു ദ കോമ്പോസിഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. Every company is required to appoint one resident director on its board. Nominee directors shall no longer be treated as independent directors. Listed companies and specified classes of public companies are required to appoint independent directors and women directors on their boards. New Companies Act for the first time codifies the duties of directors. Listed companies and certain other public companies shall be required to appoint at least one woman director on its board. The New Companies Act mandates following committees to be constituted by the board of prescribed class of companies: audit committee, nomination and remuneration committee, stakeholders or the relationship committee, corporate social responsibility committee. അപ്പോൾ ന്യൂ ആക്ട് പ്രകാരം ന്യൂ കമ്പനീസ് ആക്ട് 2013 പ്രകാരം കോർപ്പറേറ്റ് ഗവേണൻസിൽ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് കവർ ചെയ്യുന്നത് എന്നുള്ളതാണ് 7 പോയിൻ്റായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിൽ ന്യൂ കമ്പനീസ് ആക്ട് ഉണ്ട്, അതുപോലെ തന്നെ റെസിഡൻറ്റ് ഡയറക്ടറിനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതുണ്ട്, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ ലോങ്ങർ വ്യൂവിൽ നമ്മുടെ ഡയറക്ടർ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതായിരിക്കണം. It is required to appoint independent directors and women directors in their board. ബോർഡിൽ വിമൻ ഡയറക്ടേഴ്സിനെയും അതുപോലെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന പുതിയൊരു സ്പെസിഫൈഡ് ഉള്ള ക്ലാസ് ഓഫ് കമ്പനീസ് ആണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ന്യൂ കമ്പനീസ് ആക്ട് എന്തിനുള്ളതാണ്? ഡ്യൂട്ടീസ് ഓഫ് ദ ഡയറക്ടേഴ്സ് കോഡിഫൈ ചെയ്യാനുള്ളത് വേണം. ലിസ്റ്റഡ് കമ്പനീസിന് പബ്ലിക് കമ്പനീസ് ആണ് എന്നുണ്ടെങ്കിൽ റിക്വയർഡ് ടു അപ്പോയിൻറ്റ് അറ്റ്ലീസ്റ്റ് വൺ വിമൻ ഡയറക്ടർ, ഒരു വിമൻ ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ലാസ്റ്റിൽ പറയുന്നത് ന്യൂ കമ്പനീസ് ആക്ട് മാൻഡേറ്റ്സ്. ന്യൂ കമ്പനീസ് ആക്ട് എന്താണ് മാൻഡേറ്ററി ആയിട്ട് പറയുന്നത്? ഓഡിറ്റ് കമ്മിറ്റീസ് വേണം, നോമിനേഷൻ റെമ്യൂണറേഷൻ കമ്മിറ്റി വേണം, സ്റ്റേക്ക് ഹോൾഡേഴ്സ് വേണം. സ്റ്റേക്ക് ഹോൾഡേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് കമ്മിറ്റി ഉണ്ടായിരിക്കണം, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റീസ് എന്ന് പറയുന്നതും ഉണ്ടായിരിക്കണം. ഇത്രയാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്, അതായത് ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ന്യൂ കമ്പനീസ് ആക്ട് 2013 ആണ്. രണ്ടാമതായിട്ട് പറയുന്നത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956 എന്ന് പറയുന്നതാണ്. It covers all types of tradable government paper, shares, stocks, bonds, debentures, etc. and other forms of marketable securities issued by companies. The SCRA defines the parameters of a conduct of stock exchange as well as its powers. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ വരുന്ന പാരാമീറ്റേഴ്സിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ, അതുപോലെ തന്നെ അതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വരുന്ന പവേഴ്സ് എന്ന് പറയുന്നതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഇതിൽ എല്ലാ ട്രേഡബിൾ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സും, ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്? പേപ്പർ, ഷെയർസ്, സ്റ്റോക്ക്, ബോണ്ട്, ഡിബെഞ്ചേഴ്സ്, ഇതിൽ ഏതെങ്കിലും ഒന്നാവാം. അതുപോലെ തന്നെ എനി ഫോംസ് ഓഫ് മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് എന്ന് പറയാം. ആ സെക്യൂരിറ്റീസ് ആണ് ഇവിടെ അക്കോർഡിംഗ് ടു സെക്ഷൻ റെഗുലേഷൻ ആക്ട് 1956 പ്രകാരം സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ടിൽ പറയുന്നത്. തേർഡ് വൺ, ദ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി ആക്ട് എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ UG കാറ്റഗറിയിൽ. 1992 സെബി ആക്ട് ആണ് ഇവിടെ ലീഗൽ ഫ്രെയിം വർക്കിൽ വരുന്നത്.
എന്തൊക്കെയാണ് സെബി ആക്ട് പ്രകാരം വരുന്നത്? ദിസ് എസ്റ്റാബ്ലിഷ് ദ ഇൻഡിപെൻഡൻറ്റ് ക്യാപിറ്റൽ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി സെബി വിത്ത് ദ ഒബ്ജക്റ്റീവ് ടു പ്രൊട്ടക്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സെബി ആക്ട് പ്രകാരം ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും അതിലൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇൻ സെക്യൂരിറ്റീസ് ആൻഡ് പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, സെക്യൂരിറ്റീസ് മാർക്കറ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അത് കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്യത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 വരുന്നത്. Next one, listing agreement with the stock exchange. These define the rules, process and disclosure that companies must follow to remain as listed entities. Listed entities നോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് എന്തൊക്കെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്? റൂൾസ്, പ്രോസസ്സ് ആൻഡ് ഡിസ്ക്ലോഷർ ഓഫ് ദാറ്റ് കമ്പനീനെ കുറിച്ചിട്ടുള്ള IFS റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മസ്റ്റ് ഫോളോ ടു റിമെയിൻ ദ ലിസ്റ്റഡ് എൻറ്റിറ്റീസ്. ലിസ്റ്റഡ് എൻറ്റിറ്റീസിൽ വരുന്ന കാര്യങ്ങളും കൂടിയും എന്തിൽ ഫോളോ ചെയ്യണം? ലിസ്റ്റിംഗ് ദ അഗ്രിമെൻറ്റ് വിത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നില്ല. എ കീ എലമെൻറ്റ് ഓഫ് ദിസ് ക്ലോസ്, ദറ്റ് ഈസ് ദ ക്ലോസ് 49, which states that the corporate governance practice that listed companies must follow. It is for all those companies whose shares are listed on stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർ ആകുമ്പോഴാണ് ക്ലോസ് 49 എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആകുന്നത്. ലിസ്റ്റഡ് ഷെയറിന് മാത്രമാണ് ക്ലോസ് 49 എന്ന് പറയുന്നത് മാൻഡേറ്ററി ആവുന്നത്. All companies are required to file the listing agreement to the of the stock exchange where its shares are listed. ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കണം? എല്ലാ കമ്പനീസും റിക്വയർഡ് ടു ഫയൽ ദ ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ്. ലിസ്റ്റിംഗ് അഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിഷ് ചെയ്തിരിക്കുക. ഇനി 6th പോയിന്റ്, അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്തിട്ടുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ICAIയിൽ പറയുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഈസ് ആൻ ഓട്ടോണമസ് ബോഡി വിച്ച് ഇഷ്യൂസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡിംഗ് ഗൈഡ് ലൈൻസ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ. ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ICAI എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത്. Section 129 of the New Companies Act inter alia provides that the financial statements shall give a true and fair view of the state of affairs of the company or the companies comply with the accounting standards notified under Section 133 of the New Companies Act. New Companies Act പ്രകാരം Section 133 ആണ് നമ്മുടെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നോട്ടിഫൈ ചെയ്ത് നോട്ടിഫിക്കേഷൻസ് തരുന്നത്. അതോടൊപ്പം തന്നെ Section 129 വരുന്ന ന്യൂ കമ്പനീസ് ആക്ടിൽ വരുന്ന പ്രൊവിഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇറ്റ് ഈസ് ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് ഐറ്റംസ് കണ്ടെയ്ൻഡ് ഇൻ സച്ച് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷാൽ ബി ഇൻ അക്കോർഡൻസ് വിത്ത് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ് ഫോളോ ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് ദ ഐറ്റംസ് കണ്ടെയ്ൻഡ് ഇൻ സച്ച് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷാൽ ബി അക്കോർഡൻസ് വിത്ത് ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. The ICAI is a statutory body established by Chartered Accountants Act 1949. ICAI എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നാണ്? ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആക്ട് 1949 പ്രകാരമാണ്. ഇറ്റ് ഇഷ്യൂസ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഡിസ്ക്ലോഷർ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. Section 129 of the Companies Act 2013 states the financial statements of a company shall comply with the accounting standards notified under Section 133 of the Act. Section 129 പ്രകാരം കമ്പനീസ് ആക്ട് 2013 അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എവിടെയാണ് കിട്ടുന്നത്? Section 133 ഓഫ് ദ ആക്ട് പ്രകാരമാണ് ഇത് കിട്ടുന്നത്. അതുപോലെ തന്നെ ആ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്തിനേയും കൂടി ഫോളോ ചെയ്തുകൊണ്ടാണ്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 133 കൂടിയും ഫോളോ ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഇറ്റ് ഓൾസോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഷാൽ ഗിവ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫെയർസ് ഓഫ് ദ കമ്പനി.
ന്യൂ IFS പ്രകാരം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ട്രൂ ആൻഡ് ഫെയർ വ്യൂ എന്ന് പറയുന്നത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കിട്ടത്തക്ക വിധത്തിലുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 133 പ്രൊവൈഡ് ചെയ്യുന്നത്. So, section 133 states that the central government may prescribe the accounting standards as recommended by ICAI. ICAI recommend ചെയ്യുന്ന ആ ഒരു പ്രൊവിഷൻസ് തന്നെയാണ് സെക്ഷൻ 133 പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. Accounting standards are provided so that good corporate governance can be ensured in a company. Some accounting standards issued by ICAI are as disclosure of accounting policies followed in preparation of financial statements, determination of values at which the policies followed in the inventories are carried in a financial statement, cash flow statement for assessing inability of an enterprise in generating cash, standard to ensure that appropriate measures bases are applied to provisions and contingent liability, standard prescribing accounting treatment of cost and revenue associated with construction contracts. അപ്പോൾ ICAI പ്രകാരം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതിലൊക്കെയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ ഇഷ്യൂ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അക്കൗണ്ടിങ് പോളിസീസ് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂസ് അറ്റ് വിച്ച് ദ ഇൻവെൻട്രീസ് ആർ ക്യാരിഡ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെൻട്രി സ്റ്റോക്ക് എന്ന് പറയുന്നത് വാല്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്നുള്ളതും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു എബിലിറ്റി ക്യാഷ് ജനറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയുള്ള റൂൾസാണ് ക്യാഷ് ഫ്ലോ തയ്യാറാക്കുമ്പോൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ടു എൻഷുർ ദാറ്റ് അപ്രോപ്രിയേറ്റ് മെഷർമെൻറ്റ് ബേസസ് ആർ അപ്ലൈഡ് ടു പ്രൊവിഷൻസ് ആൻഡ് കണ്ടിൻജൻറ്റ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സ്റ്റാൻഡേർഡാണ് ഫോളോ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, കോസ്റ്റ് ആൻഡ് റവന്യൂ അസോസിയേറ്റഡ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ICAI എന്ന് പറയുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് അണ്ടർലൈൻ ചെയ്ത് എല്ലാ കുട്ടികളും പഠിക്കാനായിട്ട് നോക്കാം. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, ദറ്റ് ഈസ് ICSI ആണ്. അത് നമ്മളുടെ സെക്കൻഡ് പോയിന്റിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് 2 എന്ന് പറയുന്നതാണ്. നമുക്ക് അത് മൊത്തമായിട്ട് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ 7ാമത്തെ പോയിന്റ് ആണെങ്കിലും ആ സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പോയിന്റ്, അതായത് 2 പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കമ്പനീസ് ആക്ട് 1956ഉം രണ്ടാമത്തത് നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, അതായത് സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ് 2 എന്ന് പറയുന്നത്. ആ 2 ടോപ്പിക്കും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും നിങ്ങൾ വായിച്ചു നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് നമ്മളിപ്പോൾ 5ാമത്തെ ക്ലാസ് ആണ് എടുക്കുന്നത്. ഓരോ ക്ലാസ് തീരുമ്പോഴും ഞാൻ നിങ്ങളോട് റെഫർ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കുട്ടികളും ആ റെഫറൻസ് പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ റെഫറൻസ് ആയിട്ട് പറയുന്നത് പേജ് നമ്പർ 107 റെഫറൻസ് ആണ്. അതായത് CPA ജേണൽ 2008, പുതിയതുണ്ടെങ്കിൽ പുതിയത് എടുത്തോളൂ. അതായത് കോംപ്രഹെൻസീവ് സ്ട്രക്ചർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻ പോസ്റ്റ് യൂറോൺ കോർപ്പറേറ്റ് അമേരിക്ക. നമുക്ക് കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ സ്ട്രക്ചറാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത്. അതുകൊണ്ട് തന്നെ CPA ജേണൽ എന്ന് പറയുന്നത് റെഫർ ചെയ്തുകൊണ്ട് ഒരു കോംപ്രഹെൻസീവ് സ്ട്രക്ചർ ഓഫ് കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോളേജ് കളക്ട് ചെയ്യാൻ അതൊന്ന് റെഫർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു റിവ്യൂ വായിക്കാൻ മാത്രം ചെയ്താൽ പോരാ, ഒരു റിവ്യൂവും കൂടിയും തയ്യാറാക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വായിച്ചു നോക്കി മനസ്സിലാക്കി അറിവ് സമ്പാദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Have a nice day.